ഓഹോ, ഇദ്ദേഹത്തിനാണോ ആക്ഷേപം? പൂവ് നേരിട്ട് പറയാൻ പഠിച്ചോണ്ടാ പരാതി അഡ്മിനിസ്ട്രേറ്റർക്ക് കൊടുത്തത്. എന്ത് പരാതി? ക്ഷേത്രത്തിലെ നിത്യപൂജ അടക്കമുള്ള കാര്യങ്ങളിൽ ചെയർമാൻ ഇടപെട്ടത് ശരിയായില്ല. ചെലവ് ചുരുക്കാനാണെങ്കിൽ നിങ്ങൾ അതിന് വേറെ വഴി ആലോചിക്കണം. വിധിപ്രകാരം നടത്തുന്ന കർമ്മങ്ങളിൽ പിശുക്കരുത്. എന്ത് വിധി? ദേവന്റെ പേരില് തിടപ്പള്ളിയിൽ വേവുന്ന നിവേദ്യ ചോറ് തൊട്ട് പാല്, നെയ്യ്, അപ്പ, അട, പ്രഥമൻ വരെ നമ്പൂരിമാർ ഇല്ലങ്ങളെ കടത്തുന്നോ? ഇനി അങ്ങനെ കട്ടുപിടിക്കാൻ സമ്മതിക്കില്ല. നൈവേദ്യം കൊണ്ടുപോകുന്നത് അതിനവകാശപ്പെട്ടവരാണ്. അത് തടയാനാവില്ല ആർക്കും. പിന്നെ കട്ടുപിടിക്കാൻ വന്നതാണെന്ന് നാം പറയണില്ല. തിരുവേനി, കൂട്ടം കൂടാനല്ല നാം ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. കാര്യങ്ങൾ അറിയാഞ്ഞിട്ടാണെങ്കിൽ അത് പറഞ്ഞു മനസ്സിലാക്കി തരാനാ. വേണ്ട, നിങ്ങൾ പൊയ്ക്കോളൂ. ഇതുകൂടി കേൾക്കണം. ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തെ ബോർഡിന് ഭരണാവകാശമുള്ളൂ. അകത്ത് തന്ത്രിക്കാ പരമാധികാരം. അവിടെ വന്ന് ആവശ്യമില്ലാതെ കൽപ്പന പുറപ്പെടുവിച്ചത് അറിയാണ്ടാണെങ്കിൽ അത് പിൻവലിക്കണം. ഇല്ലെങ്കിൽ എതിർക്കേണ്ടി വരും. ക്ഷേത്രാരാധനയിലും ദൈവത്തിനുമൊക്കെ വിശ്വാസമുണ്ടെന്ന് ആണയിട്ട് ഈ സ്ഥാനമേറ്റത് ഇവിടെ പിരിയുന്ന പണം മോഹിച്ചാണെന്ന് പറയേണ്ടി വരും. ഇയാളുടെ അതിശയം കേൾക്കാനല്ലേ ഞാനിവിടെ ഇരിക്കുന്നത്. കാര്യം പറയുമ്പോൾ ക്ഷോഭിക്കരുത്. എടോ, ആവശ്യമില്ലാത്ത ഈ നാറുകളൊക്കെ ഇങ്ങോട്ട് കടത്തിവിടുന്ന ആരാ? തന്ത്രി മാങ്ങാത്തൊലി. ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുമ്പോ ആ നിലയ്ക്ക് വേണം പെരുമാറാൻ. പണ്ടത്തെ തെരുവുകൊണ്ടേറെ സ്വഭാവം കാണിക്കരുത്. നിങ്ങൾ കാര്യം അറിയാതെ ഒരുമാതിരി മറ്റേ വർത്താനം പറയരുത്. ശിവനെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. അമ്പലത്തിലെ ഈ സമരം നീണ്ടുപോയാൽ നമ്മുടെ സകല പ്ലാനുകളും തെറ്റും. അതെന്നെയാ ബാധിക്കുക. പലരുടെയും എതിർപ്പുണ്ടായിട്ടും ഞാനാ നിന്നെ ഈ സ്ഥാനത്തെ കൊണ്ടുവന്നത്. എന്തിന്? നീ എന്നോട് പറഞ്ഞിട്ടില്ലേ എന്ത് വേണമെങ്കിലും ചെയ്യാം, പണവും പദവിയും അംഗീകാരവും ഉള്ളൊരു സ്ഥാനം മാത്രം കിട്ടിയാൽ മതിയെന്ന്. അതുകൊണ്ടാണ് ഈ സ്ഥാനത്ത് നിന്നെ ഞാൻ വെച്ചത്. എല്ലാം ഉള്ള ദൈവത്തിന് എന്തിനാടോ പണം? അതെല്ലാം നമുക്കുള്ളതാ. പക്ഷെ ചുമ്മാ കൈയിട്ട് വരാനൊക്കില്ല. ബുദ്ധി ഉപയോഗിക്കണം. പലരുടെയും കണ്ണുകെട്ടണം.